पूरे केरल में आज ऐसा ही माहौल दिख रहा है। मुझे निकट से केरलम के चुनाव को देखने का अवसर मिला है। मैं पहले भी आया हूं, लेकिन इस बार हवा का रुख कुछ और है, लोगों का मिजाज कुछ और है। केरलम में अब सबसे बड़ा परिवर्तन होने जा रहा है। 9 अप्रैल को वोटिंग और 4 मई को दशकों के कुशासन का अंत की घोषणा अब ये पक्का हो चुका है। एलडीएफ सरकार के जाने का काउंटडाउन शुरू हो चुका है। केरल में पहली बार बीजेपी और एनडीए की सरकार आने वाली है। പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുവല്ലയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ഇത്രയും വലിയ സംഖ്യ നിങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസം, എന്റെ അമ്മമാരുടെ സഹോദരിമാരുടെ സ്നേഹം, വിശ്വാസം, ഇതൊക്കെ ഈ കേരളം മുഴുവൻ ഇന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ പലതവണ കേരളത്തിൽ വന്നിട്ടുണ്ട്, പല തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ കാറ്റ് മറ്റെല്ലാ തവണത്തേക്കാളിലും വ്യത്യസ്തമാണ്. മറ്റൊരു തരത്തിലുള്ള കാറ്റാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇന്ന് കേരളത്തിലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഏപ്രിൽ 9 വോട്ടെടുപ്പും മെയ് 4 ദശകങ്ങളായി തുടരുന്ന ഈ ദുർഭരണത്തിന്റെ അന്ത്യം കുറിച്ചുള്ള പ്രഖ്യാപനവും ഉണ്ടാകും. ഇടത് സർക്കാരിന്റെ പതനത്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി ബിജെപിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു. इस चुनाव में केरलम का तो एक फायदा होने वाला है, लेकिन मेरा बड़ा निजी नुकसान होने वाला है। आपको लगता होगा कि ऐसी क्या बात है, केरलम को फायदा होगा और मोदी का नुकसान होगा? जी, मेरा व्यक्तिगत नुकसान होने वाला है। मैं आपको मन में होता होगा क्या है, मैं बताऊं आपको? ऐसा है, ये जो अनूप लड़ रहा है ना चुनाव आपके यहां, ये पिछले 5 साल से मेरे साथ काम करता है और देश भर में घूम करके चीजें खोज करके लाता है। यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है। एक प्रकार से ऐसे कामों के लिए वो मेरा बायां हाथ बन गया है। और कभी भी शायद यहां भी लोगों को पता नहीं होगा कि अनूप मेरे साथ इतने सालों से है, कभी बोलता नहीं है और मैंने इसकी शक्तियों को जाना है। चुपचाप काम करना, अपने काम के लिए दिन रात जुटे रहना। मैंने ऐसा नौजवान मुझे मिला, मेरा बहुत काम हो गया। लेकिन मैंने देखा कि जब केरलम को इस नौजवान की सेवाओं को फायदा होगा तो मैंने कहा मेरा भले ही नुकसान हो जाए, लेकिन मैं आज अनूप को आपको सुपुर्द करने के लिए आया हूं। ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിന് വലിയ പ്രയോജനമുണ്ടാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ എനിക്ക് ഒരു പ്രയാസമുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും കേരളത്തിന് പ്രയോജനം കിട്ടാൻ പോകുമ്പോൾ മോദിജിക്ക് എന്താണ് പ്രയാസമെന്ന്. നിങ്ങൾക്ക് അതിൽ അമ്പരപ്പുണ്ടാകേണ്ട കാര്യമില്ല. ഞാൻ പറയാം. ഇവിടെ ഇരിക്കുന്ന ഈ അനൂപ് കഴിഞ്ഞ 5 വർഷമായി എനിക്കൊപ്പം ജോലി ചെയ്യുന്നയാളാണ്. രാജ്യം മുഴുവൻ സഞ്ചരിച്ച് എനിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വളരെ
ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, സമർപ്പിതനായിട്ടുള്ള ഒരു യുവാവാണ് അനൂപ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്റെ വലം കൈയായി അദ്ദേഹം കുറെ കാലമായി പ്രവർത്തിക്കുന്നു. ഒരുപക്ഷെ അത് നിങ്ങൾക്ക് ആർക്കും ഇവിടെ അറിയില്ല, ആരോടും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അദ്ദേഹത്തിന്റെ ശക്തിയെപ്പറ്റി എനിക്കറിയാം. നിശബ്ദമായി രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു യുവാവാണ് അദ്ദേഹം. ഇന്ന് ആ യുവാവിന്റെ സേവനം കേരളത്തിന് കിട്ടാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തെ ഈ തിരുവല്ലയ്ക്ക് സംഭാവന ചെയ്യുകയാണ്. एनडीए सुहृदगणे, तिरुवल्ला केरलम में विकास के नए युग की शुरुआत का केंद्र बनकर उभरा है। मैं इस जन समर्थन के लिए तिरुवल्ला की जनता का बहुत बहुत धन्यवाद करता हूं। तिरुवल्ला के लोगों का विश्वास ये हमारी सबसे बड़ी ताकत है। തിരുവല്ലയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന പുതിയ വികസന യുഗത്തിന്റെ പ്രഭവ കേന്ദ്രമായി തിരുവല്ല മാറുകയാണ്. ഇത്രയും വലിയ ഒരു മഹാസമ്മേളനത്തിന് ഞാൻ തിരുവല്ലയിലെ ജനങ്ങളോട് നന്ദി പറയുകയാണ്. തിരുവല്ലയിലെ ജനങ്ങളുടെ വിശ്വാസമാണ് ഞങ്ങളുടെ ശക്തി. एनडीए सुहृदगणे, अभी 2-3 दिन पहले जब मैं दिल्ली में था, मेरी केरलम के बीजेपी कार्यकर्ताओं से फोन पर लंबी चर्चा हुई। मेरा बूथ सबसे मजबूत कार्यक्रम में 5000 से ज्यादा शक्ति केंद्र, इतने छोटे से केरला में 5000 से ज्यादा शक्ति केंद्र में बीजेपी के 1,25,000 से ज्यादा कार्यकर्ता मेरे साथ फोन पर जुड़े थे और 30-40 मिनट इस चर्चा में मैंने देखा, साफ साफ दिखा कि केरलम की जनता ने एलडीएफ सरकार की विदाई पक्की कर ली है। इस चुनाव में मेहनत कर रहे सभी बीजेपी एनडीए कार्यकर्ताओं की मैं हृदय से सराहना करता हूं, उनका बहुत बहुत अभिनंदन करता हूं. പ്രിയപ്പെട്ടവരെ, 2-3 ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ ടെലിഫോൺ വഴി കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുമായി ദീർഘനേരം ചർച്ച നടത്തുകയുണ്ടായി. എന്റെ ബൂത്ത് ഏറ്റവും ശക്തം എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ഇത്. ഏകദേശം 30-40 മിനിറ്റോളം നേരം ഞാൻ പ്രവർത്തകരുമായി സംവദിച്ചു. ഇത്രയും ചെറിയ കേരളത്തിൽ നിന്ന് 5000ഓളം ശക്തി കേന്ദ്ര ഇൻചാർജുമാരും 1.25 ലക്ഷത്തിലധികം പ്രവർത്തകരുമാണ് ഫോൺ വഴി ഞാൻ സംസാരിച്ചത്. ആ ചർച്ചയിൽ, സുദീർഘമായ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായത്, കേരളത്തിലെ ഇടത് സർക്കാരിന് വിട നൽകാൻ കേരളത്തിലെ പ്രവർത്തകർ തയ്യാറായി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഹൃദയത്തിൽ നിന്ന് അഭിനന്ദിക്കുകയാണ്. एनडीए सुहृदगणे, मैं केरलम की ताकत को देख रहा हूं. अभी जहां हमारा हेलीकॉप्टर लैंड हुआ, हेलीपैड से मैं यहां तक आया, जितने लोग यहां हैं ना, उससे ज्यादा लोग रोड शो में वहां खड़े थे. मेरे लिए बड़ा सरप्राइज था. रोड शो का कार्यक्रम नहीं था, लेकिन पूरे रास्ते भर मैं देख रहा था लोग ह्यूमन चेंज की बात करते हैं, लेफ्ट के लोग. आज यहां के लोगों ने ह्यूमन वॉल बना करके दिखा दिया. പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ ശക്തി ഇന്നും ഞാൻ കണ്ടു. ഞാൻ ഹെലിപ്പാഡിൽ നിന്നും ഇറങ്ങി, ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി കാറിൽ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ
റോഡിന്റെ ഇരുവശങ്ങളിലും ഇവിടെ ഇരിക്കുന്ന ഇത്രയും ജനങ്ങളെക്കാൾ കൂടുതൽ ജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലുമായി റോഡ് ഷോയ്ക്ക് എന്ന പോലെ അവിടെ അണിനിരന്നിരുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു റോഡ് ഷോ നാം പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ റോഡിന്റെ ഇരുവശങ്ങളിലുമായി വലിയ മനുഷ്യ മതിൽ തീർത്ത് അവർ അവിടെ അണിനിരന്നിട്ടുണ്ടായിരുന്നു. एंडे सुहृदगणे, हमारे केरलम को ईश्वर ने अपार संसाधन और संभावनाएं दी है. यहां समंदर में ब्लू इकोनॉमी के असीम अवसर है. यहां उद्योगों के लिए संभावनाएं हैं. पर्यटन के क्षेत्र में कितना बड़ा पोटेंशियल है. लेकिन फिर भी केरलम विकास की दौड़ में बाकी राज्यों से लगातार पिछड़ रहा है, पीछे होता जा रहा है. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിന് ഈശ്വരൻ അനന്തമായ വിഭവങ്ങളും സാധ്യതകളുമാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ വിശാലമായ തീരപ്രദേശങ്ങൾ നമ്മുടെ ബ്ലൂ ഇക്കോണമിക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. കേരളത്തിൽ വ്യവസായങ്ങൾക്ക് അനന്ത സാധ്യതയാണ് ഉള്ളത്. വ്യവസായങ്ങൾക്ക് ഇവിടെ അവസരമുണ്ട്. വിനോദസഞ്ചാര മേഖലയ്ക്ക് വൻ സാധ്യതയുണ്ട്. പക്ഷേ എന്നിട്ടും കേരളം വികസനത്തിന്റെ കാര്യത്തിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വളരെ 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 പിറകിലാണ്. एनडीए सुहृदगणे, एलडीएफ यूडीएफ की सरकारों ने कभी भी इस क्षेत्र की परवाह नहीं की. यहां कनेक्टिंग रोड्स का हाल बेहाल है. मुझे आपके ही साथी बता रहे थे, यहां कई वर्षों से एक भी बड़ा पुल नहीं बना है. कोट्टयम में मेडिकल कॉलेज की हालत इतनी खराब है कि उसका वर्णन करना मुश्किल है. जहां बेसिक इंफ्रास्ट्रक्चर की ऐसी कमी हो, वहां आपकी क्वालिटी ऑफ लाइफ कैसी होगी, इसका अंदाजा हर कोई लगा सकता है. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികൾക്ക്, ഇടത് വലത് മുന്നണികൾക്ക് ഇക്കാര്യങ്ങളിലൊന്നും വലിയ ശ്രദ്ധ നൽകിയിട്ടില്ല. നമ്മളുടെ വിവിധ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നമ്മുടെ ഗ്രാമീണ ഇടറോഡുകളുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വർഷങ്ങളായി ഇവിടെ ഒരു പുതിയ പാലം പണിയാൻ പോലും, ഒരു വൻകിട പാലം നിർമ്മിക്കാൻ പോലും ഇവർക്ക് സാധിച്ചിട്ടില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വർണ്ണിക്കാൻ പോലും ആകാത്ത തരത്തിൽ വളരെ പരിതാപകരമാണ്. അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് ഇത്രയും അപര്യാപ്തത ഉള്ളയിടത്ത് എങ്ങനെ നമ്മുടെ ജീവിത നിലവാരം ഉയരും എന്നതിനെപ്പറ്റി എല്ലാവർക്കും ചിന്തയുണ്ടാകണം. एनडीए सुहृदगणे, केरलम में कभी बीजेपी सरकार नहीं रही, लेकिन आप सबके आशीर्वाद से, देश की जनता जनार्दन के आशीर्वाद से हम केंद्र सरकार के जरिए केरलम के विकास में कोई कोर कसर नहीं छोड़ रहे. जब कांग्रेस दिल्ली में सत्ता में थी और एलडीएफ यूडीएफ दोनों मिलकर के दिल्ली में सरकार चलाते थे, उस समय केरलम को जो मदद मिली, उसकी तुलना में एनडीए सरकार ने, मोदी सरकार ने 5 गुना ज्यादा पैसा केरलम को भेजा है. പ്രിയപ്പെട്ടവരെ, കേരളത്തിൽ നാളിതുവരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ഉണ്ടായിട്ടില്ല. എന്നിട്ടും കേരളത്തിന്റെ വികസനത്തിനായി ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും ജനദേവന്മാരുടെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഗ്രഹ ആശിസ്സോടുകൂടി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്.
കേരളത്തിന്റെ വികസനത്തിനായി കിട്ടിയ ഒരവസരവും ഞങ്ങൾ പാഴാക്കിയിട്ടില്ല. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്തേക്കാൾ 5 മടങ്ങ് അധികം തുകയാണ് മോദി സർക്കാർ NDA സർക്കാർ കേരളത്തിനായി നൽകിയത്. एनडीए सुहृदुक्കളെ, बीजेपी एनडीए को आपकी ईज ऑफ लिविंग और क्वालिटी ऑफ लाइफ दोनों की चिंता है. हमने पीएम आवास योजना के तहत गरीबों को पक्के घर दिए हैं. जल जीवन मिशन के तहत गांव-गांव पाइप से पानी पहुंचाने का काम हो रहा है. यहां रबर के किसान बड़ी संख्या में रहते हैं. केरलम के किसानों को हमने पीएम किसान सम्मान निधि के जरिए अराउंड 13,000 करोड़ रुपए की सहायता सीधी उनके बैंक खाते में पहुंचाई है. इससे रबर के किसानों को भी बहुत मदद मिली है. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആയാസരഹിതമായതും നിലവാരമുള്ളതുമായ ഒരു ജീവിതം നൽകലാണ് ബിജെപിയുടെ ലക്ഷ്യം. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിരവധി പാവപ്പെട്ടവർക്കാണ് കേരളത്തിൽ സൗജന്യമായി വീട് നൽകിയത്. ജൽ ജീവൻ മിഷൻ അനുസരിച്ച് ഗ്രാമാന്തരങ്ങളിൽ പൈപ്പ് വഴി ശുദ്ധജലം എത്തിക്കാനുള്ള പ്രവർത്തനവും നടന്നു വരുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാം, ധാരാളം റബ്ബർ കർഷകരുള്ള ഒരു നാടാണ് ഇവിടം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വഴി കേരളത്തിലെ കർഷകർക്ക് 13,000 കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകൾ വഴി സൗജന്യമായി നൽകിയത്. കേരളത്തിലെ റബ്ബർ കർഷകർക്കും ഇതിന്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ട്. साथियों, नॉर्थ ईस्ट में ईसाई समाज की संख्या बहुत है. एक राज्य को छोड़ करके नॉर्थ ईस्ट के 7 राज्यों में एनडीए की सरकार है और वहां पिछले 50-60 साल में जो काम नहीं हुआ है वो हमने करके दिखाया है. गोवा में ईसाई समाज निर्णायक है. गोवा के अंदर लगातार बीजेपी की सरकार, एनडीए की सरकार है. गोवा विकास की नई ऊंचाइयों को छू रहा है. केरल में भी एनडीए सरकार बनेगी तो विकास की नई ऊंचाइयों को पाएंगे. स्थानीय किसानों और फिशरमैन की हर समस्या का हम समाधान करेंगे. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്തീയ സമുദായം, ക്രിസ്തീയ മതവിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളാണ്. അതിലെ ഒരു സംസ്ഥാനം ഒഴികെ 7 സംസ്ഥാനങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യത്തിന്റെ സർക്കാരാണ് ഉള്ളത്. അവിടങ്ങളിൽ കഴിഞ്ഞ 50-60 വർഷം കൊണ്ട് നടക്കാത്ത പലതും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ചെയ്തു കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഗോവ എല്ലാവർക്കും അറിയാം, ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നിർണായകമായ സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് ഗോവ. അവിടെ തുടർച്ചയായി ഭാരതീയ ജനതാ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇന്ന് ഗോവ വികസനത്തിന്റെ പുതിയ ഉയരങ്ങൾ തേടുകയാണ്. കേരളത്തിലും എൻഡിഎയുടെ സർക്കാർ വരും. കേരളം വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ തൊടുമെന്ന കാര്യം എനിക്കുറപ്പാണ്. അന്ന് കേരളത്തിലെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും എല്ലാം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. एनडीए सुहृदुक्കളെ, केंद्र की एनडीए सरकार ही केरलम में आधुनिक इंफ्रास्ट्रक्चर और सुविधाओं पर जोर दे रही है. हम यहां नेशनल हाईवेज बनाने को गति दे रहे हैं. रेलवे इंफ्रास्ट्रक्चर का विकास किया गया है. यहां रेलवे लाइनों की डबलिंग का काम भी पूरा हो गया है. कोट्यम से अब हाई स्पीड आधुनिक वंदे भारत ट्रेन भी
चलाई जा रही है। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ മേഖലയെ ആധുനീകരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിലെ NDA സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ വഴിമുട്ടി നിന്ന ദേശീയപാതയുടെ വികസനം നരേന്ദ്രമോദി സർക്കാരാണ് സാധ്യമാക്കിയത്. നമ്മുടെ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാത ഇരട്ടിപ്പിക്കലിന്റെ ജോലി അന്തിമഘട്ടത്തിലെത്തി ഏതാണ്ട് പൂർണ്ണമായ അവസ്ഥയിലാണ്. ഇന്ന് കോട്ടയം വഴി അതിവേഗത്തിൽ വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നുണ്ട്. एनडीए सुहृदगणे, यहां सबरीमला रेलवे प्रोजेक्ट इस क्षेत्र में नई संभावनाओं को खोल सकता है। इससे सबरीमला तक सीधी कनेक्टिविटी बढ़ेगी, श्रद्धालुओं की यात्रा आसान होगी, स्थानीय व्यापार को नई गति मिलेगी और मेरे नौजवान मित्रों को, मेरे युवा साथियों को उनके लिए रोजगार के नए नए रास्ते खुलेंगे। लेकिन साथियों, आपको ये बात हमेशा याद रखनी है, यहां प्रदेश सरकार ने इस प्रोजेक्ट को आगे बढ़ाने की जगह उसको लटकाए रखा। तिरुवल्ला को इसका बहुत बड़ा नुकसान हो रहा है। जब बीजेपी की डबल इंजन सरकार आएगी तो ऐसी सभी रुकावटें हटेगी और ये मोदी की गारंटी है। एनडीए की राज्य सरकार में केरलम तेज गति से विकास की राह पर आगे बढ़ेगा। एनडीए सरकारिनो किडिल केरलम विकसनत्ते पातईल അതിവേഗം മുന്നേറും. പ്രിയപ്പെട്ടവരെ, ശബരി റെയിൽ പദ്ധതി വരുന്നതോടുകൂടി നിരവധി പുതിയ അവസരങ്ങളാണ് തുറക്കാൻ പോകുന്നത്. ഇതുമൂലം ശബരിമലയിലേക്ക് നേരിട്ടുള്ള യാത്രാ സൗകര്യമുണ്ടാകും. തീർത്ഥാടനം അനായാസമാകും. പ്രാദേശികമായ കച്ചവടക്കാർക്ക് പുതിയ വഴി തെളിഞ്ഞു കിട്ടും. എന്റെ യുവ സുഹൃത്തുക്കൾക്ക്, യുവ സഹോദരങ്ങൾക്ക് പുതിയ തൊഴിലവസരത്തിന്റെ പാതകൾ തുറക്കപ്പെടും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, കേരളത്തിലെ ഈ സർക്കാരുകൾ ഈ പദ്ധതി നടപ്പാക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നഷ്ടം തിരുവല്ലയ്ക്കാണ് സംഭവിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഡബിൾ എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഈ തടസ്സങ്ങളെല്ലാം മാറും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കേരളത്തിലെ NDA സർക്കാർ കേരളത്തെ അതിവേഗം വികസന പാതയിലേക്ക് കൈപിടിച്ചു നടത്തിക്കും. एनडीए सुहृदगणे, एनडीए की नीतियां का सबसे बड़ा लाभ अगर किसी वर्ग को होता है तो वो मेरी माताएं बहनें महिलाओं को होता है। महिलाओं का सशक्तिकरण, महिलाओं का प्रतिनिधित्व, ये हमारी प्राथमिकता है। हमने महिलाओं के जीवन से जुड़ी हर समस्या के समाधान का प्रयास किया है। हमने घर घर शौचालय बनवाए, जनधन खाते खुलवाए, महिलाओं के नाम, उनके घर महिलाओं के नाम पर बनवाए, मुद्रा लोन के जरिए अपना खुद का कारोबार शुरू करने वालों में बड़ी हिस्सेदारी महिलाओं की है। उनको बैंक से पैसा मिला है। हम विमेन सेल्फ हेल्प ग्रुप को भी लाखों करोड़ रुपए की मदद दे रहे हैं। लखपति दीदी का अभियान सफलतापूर्वक आगे बढ़ा है। पहले मैंने 3
लक्ष्य रखा था, देश में 3 करोड़ लखपति दीदी बन चुकी। अब मैंने और नई 3 करोड़ महिलाओं को लखपति दीदी बनाने का लक्ष्य रखा है। केरल में बीजेपी सरकार आएगी तो यहां भी डबल इंजन सरकार का सबसे बड़ा लाभ मेरी माताओं, बहनों को, बेटियों को, महिलाओं को मिलने वाला है। आपने देखा होगा, अभी हमने एक बड़ा कार्यक्रम शुरू किया है। भविष्य में माताओं, बहनों को कैंसर न हो, इसलिए 13-14 साल की बच्चियों को उनकी जांच करके एक वैक्सीन देने की योजना है। ये भविष्य में हमारी माताओं, बहनों को, ये बेटियां जब बड़ी हो जाएगी वो कैंसर से बच पाएगी। इतना बड़ा काम आज देश की बेटियों के लिए, महिलाओं के लिए, माताओं के लिए एनडीए भाजपा सरकार कर रही है। പ്രിയപ്പെട്ടവരെ, ദേശീയ ജനാധിപത്യ സർക്കാരിന്റെ നയങ്ങൾ കൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമായി പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്ത്രീകൾക്കാണ്, അമ്മമാർക്കാണ്, നമ്മുടെ പെൺമക്കൾക്കാണ്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യവും ഒക്കെ നമ്മളുടെ പ്രാഥമികമായ ദൗത്യമാണ്. സ്ത്രീകളുടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾക്ക് നമ്മുടെ സർക്കാർ പരിഹാരം കണ്ടിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ശൗചാലയം എത്തിച്ചു, ജൻധൻ അക്കൗണ്ടുകൾ തുറന്നു, സ്ത്രീകളുടെ പേരിൽ വീടുകൾ നിർമ്മിച്ചു നൽകി. അതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായി വായ്പ നൽകുന്ന മുദ്രാ യോജനയുടെ ഗുണഭോക്താക്കളിൽ കൂടുതലും ഇന്ന് സ്ത്രീകളാണ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയാണ് സഹായമായി നൽകിയത്. പ്രിയപ്പെട്ടവരെ, ഈ അടുത്ത് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ലഖ്പതി ദീദി എന്നുള്ളത്. നമ്മളുടെ സ്ത്രീകളെ ലക്ഷാധിപതികളാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ ഈ പദ്ധതി 3 കോടി ആൾക്കാർക്ക് നൽകാനാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അത് പൂർത്തിയാക്കിയിട്ട് അടുത്ത 3 കോടി സ്ത്രീകൾക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങൾക്ക് ഭാവിയിൽ ക്യാൻസർ രോഗം വരാതിരിക്കാൻ, ഗർഭാശയ ക്യാൻസർ അടക്കമുള്ളതിന്റെ പ്രതിരോധത്തിന് വേണ്ടി 13-14 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾക്ക് സൗജന്യമായി ക്യാൻസർ വാക്സിൻ നൽകാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ സ്ത്രീ സൗഹൃദമായ ഒരു പദ്ധതിയും രാജ്യത്ത് നാളിതുവരെ നടന്നിട്ടില്ല. കേരളത്തിലും ബിജെപിയുടെ നേതൃത്വത്തിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ വരുന്നതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടാൻ പോകുന്നത് നമ്മുടെ അമ്മമാർക്കാണ്, പെൺകുഞ്ഞുങ്ങൾക്കാണ്, സഹോദരിമാർക്കാണ്. एनडीए सुहृदगले, ये हमारी ही सरकार है जिसने लोकसभा और विधानसभा में महिलाओं को 33% रिजर्वेशन दिया है। और आप सभी की जानकारी में है कि बजट सत्र का हमने पूर्णाहुति करने के बजाय उसका विस्तार किया है। 3 दिन के लिए 16, 17, 18 अप्रैल को संसद फिर से मिलने वाली है। आपको पता है क्यों मिलने वाली है? जो कानून हमने पारित किया है 33% महिलाओं के लिए 2029 में लोकसभा के चुनाव से इसका लाभ मिलना शुरू हो जाए। 33% बहनें पार्लियामेंट में आकर के बैठे, इसके लिए कानून बनाने की जरूरत है। जैसे पार्लियामेंट ने सर्वसम्मति से महिला आरक्षण का बिल पास किया था, वैसे ही 16, 17, 18 को 2 काम करने हैं। केरल हो, तमिलनाडु हो, बाकी राज्य हो, जिन्होंने जनसंख्या नियंत्रण में अच्छा काम किया है, लोग झूठ फैला रहे हैं कि जनसंख्या कम हो रही है तो सीटें कम हो जाएगी। हम इस बार पार्लियामेंट में पक्का करना चाहते हैं, पार्लियामेंट में कानून पे थप्पा लगाना चाहते हैं
कि केरल हो, तमिलनाडु हो, कर्नाटक हो, आंध्र हो, गोवा हो, तेलंगाना हो, कहीं पर भी लोकसभा की सीटें कम न हो, इसका थप्पा लगाने के लिए, और दूसरा महिलाओं के लिए जो सीटें होगी वो अतिरिक्त सीटें बढ़ जाए, इतना बड़ा फायदा हमारे दक्षिण भारत के राज्यों को मिले, इसके लिए हम कानून संशोधन के लिए सत्र बुला रहे हैं। हमने कांग्रेस के लोगों को मीटिंग के लिए बुलाया। हम आशा करते हैं कि वो हमारी बात मान करके आएंगे। हमने इंडिया अलायंस के मित्रों से बात की है। आप भी लोगों को बताइए, कांग्रेस के लोगों को बताइए, एलडीएफ के लोगों को बताएं कि महिलाओं के अधिकार का एक कानून निर्विरोध पास होना चाहिए। ये उनसे वादा लीजिए आप लोग, और मैं उनसे भी प्रार्थना करता हूं कि मेरी माताओं बहनों का ये हक 40 साल से लटका हुआ है, अब 2029 के चुनाव में फिर से लटकना नहीं चाहिए। इसलिए मैं सभी राजनीतिक दलों पर, देश की माताएं बहनें दबाव डालें, सब संसद में आए और इस कानून को पारित करें। महिला जनप्रतिनिधियों की संख्या, इस विषय को देखते हुए नारी शक्ति बंधन कानून में संशोधन किया जाएगा। यह आवश्यक है कि ये संशोधन सर्वसम्मति से पास हो, ताकि साल 2029 में होने वाले चुनाव में ही इसका लाभ हमारी माताओं बहनों को मिलना शुरू हो जाए। मैं सभी दलों से आग्रह करूंगा कि नारी शक्ति से हित से जुड़ा काम है, इसलिए खुले मन से कोई भी राजनीतिक हिसाब किताब किए बिना पूर्ण समर्थन करके माताओं बहनों का विश्वास जीतने में आप भी भागीदार बनिए। പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിയത് നമ്മുടെ സർക്കാരാണ്. ഈ 33% സംവരണ നിയമം കൊണ്ടുവന്നത് മൂലം ഇനി 2029 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഇതിന്റെ മാറ്റമുണ്ടാകും. ഇപ്പോൾ നടന്നു വന്നിരുന്ന ബജറ്റ് സെഷൻ നമ്മൾ 3 ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിച്ച വിവരം ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. ഏപ്രിൽ മാസം 16, 17, 18 തീയതികളിൽ നമ്മളുടെ വനിതാ സംവരണ ബില്ലിന്മേൽ സ്ത്രീകൾക്ക് പാർലമെന്റിൽ എത്ര സീറ്റ് ഉണ്ടാകണം എന്ന വിഷയത്തിന്മേൽ ചർച്ച നടക്കാൻ പോവുകയാണ്. രാജ്യത്ത് വനിതാ ജനപ്രതിനിധികൾ എത്ര വേണമെന്നത് സംബന്ധിച്ച് നാരി ശക്തി ബന്ധൻ നിയമത്തിന്മേലാണ് ചർച്ച നടക്കാൻ പോകുന്നത്. 2029 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് മുതൽ നടപ്പാക്കാൻ പോകുന്ന ഈ നിയമം ഏകകണ്ഠമായി പാസാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ കേരളവും തമിഴ്നാടും അടക്കമുള്ള ചില ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മികച്ച രീതിയിൽ പ്രകടനം നടത്തുന്നത് കൊണ്ട് അവരുടെ ലോക്സഭാ സീറ്റുകൾ കുറയുമെന്ന രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട്. എന്നാൽ അത് വ്യാജ പ്രചരണമാണ്, കള്ളപ്രചരണമാണ്. ഈ നിയമം ഉറപ്പാക്കുന്നു, ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ലോക്സഭാ സീറ്റുകൾ കുറയാൻ പോകുന്നില്ല എന്ന കാര്യം ഈ നിയമം ഉറപ്പാക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരെ, ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാരെ ഒക്കെ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അവർ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവരോട് നിങ്ങളും പറയണം, എതിർപ്പില്ലാതെ ഈ നിയമം പാസ്സാക്കണം. കഴിഞ്ഞ 40 വർഷമായി ഈ നിയമം നമ്മുടെ പാർലമെന്റിന്റെ വിവിധ ഇടങ്ങളിലായി കുടുങ്ങിക്കിടക്കുകയാണ്, തടസ്സപ്പെട്ട് കിടക്കുകയാണ്. ഇനിയും അത് തടസ്സപ്പെടാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് ഈ രാജ്യത്തെ എല്ലാ കക്ഷികളോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളും അഭ്യർത്ഥിക്കണം. നമ്മളുടെ നാരീ ശക്തിയെ, അമ്മമാരുടെ സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാതിനിധ്യം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകളുടെ സീറ്റ് കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നിയമം ഏകകണ്ഠമായി പാസാക്കാൻ, എതിർപ്പില്ലാതെ പാസാക്കാൻ തുറന്ന മനസ്സോടുകൂടി എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. एनडीए सुहृदगणे, आज केरल में युवाओं का पलायन सबसे बड़ी चिंता बन चुका है। केरल में रोजगार के लिए यहां इंडस्ट्री लगाने की जरूरत है। रोजगार के लिए जरूरी है कि यहां
सर्विस सेक्टर बढ़े, स्टार्टअप्स को जगह मिले, स्किल को सही वैल्यू मिले, लेकिन इन सब के आगे केरल में सबसे बड़ी दीवार है करप्शन और दूसरी दीवार है कम्युनलिज्म। जब यहां करप्शन और कम्युनलिज्म की दीवार टूटेगी तभी केरल का विकास होगा और इसके लिए आपको एलडीएफ, यूडीएफ दोनों को हराना होगा। പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ യുവാക്കൾ തൊഴിലന്വേഷിച്ച് കേരളം വിട്ടുപോകുന്നത് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന സംഗതി ആണ്. ജോലി തേടി കേരളം വിട്ടുപോകുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വളരെയധികം കൂടുതലാണ്. കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ വ്യവസായങ്ങൾ വളരണം, സേവന മേഖല വളരണം, സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് അവസരം കിട്ടണം, യുവാക്കളുടെ കഴിവുകൾക്ക് യഥാർത്ഥ മൂല്യം കിട്ടണം. എന്നാൽ ഇതിനെല്ലാം തടസ്സമായി നിൽക്കുന്നത് ഇവിടുത്തെ അഴിമതിയും വർഗീയതയുമാണ്. അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകരുമ്പോൾ മാത്രമേ കേരളം വികസിക്കുകയുള്ളൂ. അതിനാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അഴിമതിയുടെയും വർഗീയതയുടെയും മതിലുകൾ തകർക്കാൻ നിങ്ങൾ ഇടതുമുന്നണിയെയും വലതുമുന്നണിയെയും തോൽപ്പിക്കണം. एनडीए सुहृदगणे, रोजगार की तलाश में यहां से लाखों युवा विदेशों में भी गए हैं। एनआरआई के तौर पर भी वो केरलम की सेवा करते हैं, यहां अपनी आय का बड़ा हिस्सा रेमिटेंस के तौर पर भेजते हैं। इसी का परिणाम है ये क्षेत्र बैंकिंग कैपिटल बनकर उभरा है। लेकिन कांग्रेस ने आपके और आपके संबंधियों के खिलाफ एक बहुत खतरनाक काम किया है। मैं विस्तार से आपको ये बात आज बताना चाहता हूं। പ്രിയപ്പെട്ടവരെ, ഇവിടെ നിന്ന് തൊഴിലന്വേഷിച്ച് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് വിദേശത്തേക്ക് പോയിട്ടുള്ളത്. അവർ വിദേശത്തിരുന്നും കേരളത്തെ സേവിക്കുന്നുണ്ട്. അവരുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്കും അവർ നാട്ടിലേക്ക് ബാങ്കുകൾ വഴി അയക്കുകയാണ്. ഇതിന്റെ ഫലമായി നമ്മളുടെ പ്രാദേശിക ബാങ്കുകളുടെ മൂലധനം കൂടിയിട്ടുണ്ട്. ഈ പ്രദേശം ഒരു ബാങ്കിംഗ് തലസ്ഥാനമായും മാറിയിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസുകാർ നിങ്ങളോടും നിങ്ങളുടെ ബന്ധുക്കൾക്കുമെതിരെ ചെയ്ത വലിയ അപകടകരമായ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വിശദമായി ഇനി ചർച്ച ചെയ്യാം. एनडीए सुहृदगणे, वेस्ट एशिया के युद्ध संकट ने कांग्रेस और उसके साथी दलों के मंसूबों को एक्सपोज कर दिया है। आज पूरा देश देख रहा है खाड़ी के देशों में कैसे हालात बने हुए हैं और वहां हमारे लाखों लोग, केरल के मेरे भाई बहन वहां काम कर रहे हैं। लेकिन कांग्रेस के बड़े बड़े नेता जानबूझकर ऐसे बयान देते हैं, ऐसे बयान देते हैं जिनसे वेस्ट एशिया में रहने वाले भारतीयों की सुरक्षा खतरे में पड़ जाए, वहां के लोगों के बीच में अविश्वास पैदा हो जाए। वहां की सरकार, ये तो हमारी दोस्ती अच्छी है कि गल्फ की सभी सरकारें हमारे सभी भारतीयों को अपने ही परिवार मान करके उनकी रक्षा कर रहे हैं, लेकिन यहां से ऐसी ऐसी भाषा बोली जा रही है, ऐसी भड़काऊ बातें हो रही है। मैं उनको कह करके थक गया, ये बोलने का समय नहीं है। ये हमारे लाखों भाई बहन वहां है ना, उनकी सुरक्षा ये हमारी सबसे पहला दायित्व है, सबसे बड़ी प्रायोरिटी है। कृपा करके अनाप शनाप बोलना बंद करो ताकि हमारे नौजवानों को, हमारी बेटियों को वहां कोई तकलीफ ना हो।
പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ മധ്യപൂർവേഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം കോൺഗ്രസിന്റെയും അവരുടെ സഖ്യകക്ഷികളുടെയും പദ്ധതികൾ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ അവസ്ഥ എന്താണ് എന്ന് ഇന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള അപകടകരമായ പ്രസ്താവനകളാണ് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കൾ മനഃപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളും നമ്മളുമായുള്ള സൗഹൃദം വളരെ ശക്തമാണ്. അവർ ഭാരതീയരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കണ്ട് സുരക്ഷിതത്വം ഒരുക്കാനും അവർ തയ്യാറാണ്. എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ വലിയ വലിയ നേതാക്കന്മാർ അവരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള അപകടകരമായ പ്രസ്താവനകൾ മനഃപൂർവ്വം ചെയ്യുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു മടുത്തു. ഇത് പ്രസ്താവനയ്ക്കുള്ള സമയമല്ല. നമുക്ക് ഏറ്റവും പ്രധാനം നമ്മളുടെ യുവാക്കളുടെ, ചെറുപ്പക്കാരുടെ, അമ്മമാരുടെ, നമ്മുടെ മക്കളുടെ ഒക്കെ സുരക്ഷയാണ് പ്രധാനം. ദയവ് ചെയ്ത് അനാവശ്യ പ്രസ്താവനകൾ നടത്തരുത് എന്ന് ഞാൻ അവരോട് പറയുകയാണ്. एनडीए सुहृदुक्കളെ, कांग्रेस चाहती है कि वेस्ट एशिया के देश भारत को अपना दुश्मन समझ ले। हम यहां कोई ऐसी गलती कर दे, कुछ ऐसा बयान कर दे और गल्फ कंट्री से भारतीयों को वहां से बाहर निकलने के लिए मुसीबत आ जाए। इसलिए कांग्रेस गल्फ कंट्रीज को नाराज करने वाले बयान दे रही है। कांग्रेस चाहती है कि पैनिक फैले और उसे मोदी को गाली देने का मौका मिल जाए। अरे कांग्रेस के लोगों, एलडीएफ के लोगों, यूडीएफ के लोगों, अरे राजनीति अपनी जगह पे है। अरे चुनाव आते जाते रहेंगे, लेकिन मेरे केरलम के लाखों भाई बहन वहां है। मेरे लिए उनकी सुरक्षा ये सबसे बड़ा काम है और मैं इसके लिए कमिटेड हूं। പ്രിയപ്പെട്ടവരെ, ഗൾഫ് രാജ്യങ്ങൾ ഭാരതത്തെ ശത്രു രാജ്യമായി കണ്ട് ഭാരതീയരെ പുറത്താക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം. ഇതിനായി അവർ ഗൾഫ് രാഷ്ട്രത്തലവന്മാരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ മനഃപൂർവ്വം നടത്തുകയാണ്. അവരാഗ്രഹിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പരിഭ്രമം, സംഭ്രമം സൃഷ്ടിച്ചാൽ, അവരെ പ്രകോപിതരാക്കിയാൽ മോദിയെ വിമർശിക്കാൻ അവസരം കിട്ടുമെന്നാണ് അവർ കരുതുന്നത്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരോട് പറയാനുള്ളത്, തിരഞ്ഞെടുപ്പ് വരും പോകും, അതൊന്നുമല്ല പ്രശ്നം. നമ്മളുടെ ജനങ്ങളുടെ സുരക്ഷിതത്വമാണ് പ്രശ്നം. കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനായി മോദി പ്രതിജ്ഞാബദ്ധമാണ്. എല്ലാവരുടെയും സുരക്ഷിതത്വം ഞാൻ ഉറപ്പാക്കുകയും ചെയ്യും. चुनाव जीतने के लिए, मोदी को गाली देने के लिए कांग्रेस 1 करोड़ प्रवासियों का जीवन संकट में डालने को तैयार बैठी है। उधर ईरान में हमारे फिशरमैन केरल के हैं, तमिलनाडु के हैं, गोवा के हैं, आंध्र तेलंगाना के हैं, पुडुचेरी के हैं। उनकी जिंदगी खतरे में। हम वहां के संकट में से उनको बाहर ले आ रहे हैं। आज सैकड़ों की तादाद में मेरे मछुआरे भाई बहन भारत लौटने वाले हैं। हमारे लिए उनकी जिंदगी बचाना ये महत्वपूर्ण है। बयानबाजी करने के लिए अरे बहुत मौके आएंगे। अभी तो हमारे लोगों की, हमारे मछुआरे भाई बहनों को हमें जिंदा वापस लाना है। कांग्रेस को इन सारी चीजों से कोई लेना देना नहीं। बस चुनाव चुनाव चुनाव। क्या देश के लोगों की चिंता नहीं करोगे? कांग्रेस को इस स्वार्थी सियासत के लिए केरलम के लोगों से माफी मांगनी चाहिए। पाप कर रहे हो। പ്രിയപ്പെട്ടവരെ, ഇന്ന് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ, മോദിയെ വിമർശിക്കാൻ നമ്മുടെ രാജ്യത്തെ 1 കോടിയോളം വരുന്ന പ്രവാസികളായ ഭാരതീയരുടെ ജീവൻ കോൺഗ്രസുകാർ അപകടത്തിലാക്കുകയാണ്. ഇറാനിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിലെ, തമിഴ്നാട്ടിലെ, ആന്ധ്രയിലെ, ഗോവയിലെ, തെലങ്കാനയിലെ ഒക്കെ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവരെ ജീവനോടെ പുറത്തെത്തിക്കാൻ ഭാരത സർക്കാർ വലിയ കഷ്ടപ്പാടുകളും പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരെ ജീവനോടെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് നമ്മളുടെ പരമപ്രധാനമായ ലക്ഷ്യം. ഞാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയുന്നു, നിങ്ങൾക്ക്
പ്രസ്താവനകൾ നടത്താൻ ഇനിയും അവസരം കിട്ടും. പക്ഷേ നമ്മളുടെ ആദ്യ പരിഗണന എന്നുള്ളത് നമ്മളുടെ സഹോദരങ്ങളെ ജീവനോടെ തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ അവർക്ക് ഇതേപ്പറ്റി ഒന്നും യാതൊരു ആലോചനയുമില്ല, ഇതിനോട് അവർക്ക് യാതൊരു ചിന്തയുമില്ല. തിരഞ്ഞെടുപ്പ് 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 എന്ന ചിന്ത മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഈ സ്വാർത്ഥ രാഷ്ട്രീയത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ കുരുതി കൊടുക്കുന്ന പ്രസ്താവനകളുടെ പേരിൽ കേരളത്തിലെ ജനങ്ങളോട് കോൺഗ്രസ് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. अंडे सुरदगले युद्ध की इन परिस्थितियों में मैं आप सबकी चिंता समझता हूं, इसलिए गल्फ कंट्रीज के नेताओं से मैं लगातार संपर्क में हूं, वहां की सरकारों से हम लगातार बात कर रहे हैं. मैं आप सभी परिजनों को आश्वस्त करता हूं, आपका बेटा, आपकी बेटी, आपके परिवारजन भले ही आपसे दूर हो, लेकिन वो अकेले नहीं है. भारत सरकार इन देशों में रह रहे हर भारतीय के साथ है. युद्ध के बीच भी हम लोगों के, भारत के लोगों को हर संभव मदद पहुंचा रहे हैं. പ്രിയപ്പെട്ടവരെ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മലയാളികളായ നിങ്ങളുടെയൊക്കെ ആശങ്കകൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഗൾഫിലെ രാഷ്ട്രത്തലവന്മാരുമായി, ഗൾഫ് രാജ്യങ്ങളുമായി നിരന്തരമായി നാം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ എല്ലാ കുടുംബങ്ങളോടും, മലയാളികൾ ഗൾഫിൽ ബന്ധുക്കളുള്ള എല്ലാ കുടുംബാംഗങ്ങളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മകൾ, ബന്ധുക്കൾ ഒക്കെ ഫലത്തിൽ നിങ്ങളിൽ നിന്ന് അകലെയായിരിക്കാം. എന്നാൽ അവർ ഒറ്റയ്ക്കല്ല, എല്ലാ രാജ്യങ്ങളിൽ കഴിയുന്ന അവരോടൊപ്പം ഭാരതത്തിന്റെ സർക്കാരുണ്ട്. ഈ യുദ്ധത്തിനിടയിലും ഓരോ ഭാരതീയനും ആവശ്യമായ സഹായം ഭാരത സർക്കാർ എത്തിച്ചു നൽകുന്നുണ്ട്. इस चुनाव में एलडीएफ, यूडीएफ वालों ने मिलकर एक और प्रोपेगेंडा शुरू किया है. लेफ्ट वाले कहते हैं कि कांग्रेस बीजेपी की बी टीम है, और कांग्रेस कहती है कि लेफ्ट बीजेपी की बी टीम है. इन्हें इसलिए कहना पड़ रहा है क्योंकि ये दोनों भी जानते हैं कि इस चुनाव में केरल में अगर कोई पार्टी ए टीम है तो ए टीम बीजेपी ही है. പ്രിയപ്പെട്ടവരെ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ മറ്റൊരു വലിയ പ്രചരണം അഴിച്ചുവിട്ടിട്ടുണ്ട്. ഇടത് കക്ഷികൾ പറയുകയാണ് കോൺഗ്രസ് എന്നുള്ളത് ബി.ജെ.പിയുടെ ബി ടീമാണ്. കോൺഗ്രസുകാർ പറയുന്നു ഇടതു പാർട്ടികൾ ബി.ജെ.പിയുടെ ബി ടീമാണ്. ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരുപോലെ പറയുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇവർ രണ്ട് കൂട്ടർക്കും അറിയാം, കേരളത്തിൽ ഇന്ന് ഏതെങ്കിലും ഒരു ടീം എ ടീമായിട്ടുണ്ട് എങ്കിൽ അത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന കാര്യത്തിൽ ഇവർ രണ്ടുപേർക്കും ഒരു സംശയവുമില്ല. साथियों, आपने ये भी देखा है कि इस चुनाव में एलडीएफ और यूडीएफ दोनों मिलकर सिर्फ बीजेपी को गालियां दे रही है. उनके निशाने पर सिर्फ बीजेपी है. इसकी एक वजह और भी है जो आपको जरूर जानना चाहिए, नोट करना चाहिए. दरअसल एलडीएफ और यूडीएफ की सीक्रेट पार्टनरशिप इतनी पक्की है कि एक दूसरे पर आरोप लगाने से बच रहे हैं. और इसलिए, और असल में ये दोनों एक ही सिक्के की दो साइड है. इनकी ये दुश्मनी है ना, वो नकली है, WWF है. एलडीएफ और यूडीएफ की दोस्ती एवरग्रीन है. जब भी दिल्ली में सरकार बनती है साथ होते हैं, बगल में तमिलनाडु में साथ में चुनाव लड़ रहे हैं. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇടത് വലത് മുന്നണികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കാര്യം? രണ്ട് മുന്നണികളും ഒന്നു ചേർന്ന് ബി.ജെ.പിയെ മാത്രമാണ് വിമർശിക്കുന്നത്.
അവരുടെ ചിന്തയിൽ നിന്ന് BJP മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു കാര്യം ഉറപ്പായും ശ്രദ്ധിക്കണം, ഇവരുടെ രഹസ്യ കൂട്ടുകെട്ട് വളരെ ശക്തമായതിനാലാണ് ഇവർ പരസ്പരം വിമർശിക്കാൻ പോലും തയ്യാറാകാത്തത്. ഇവരുടെ ശത്രുത എന്നുള്ളത് ഇവരുടെ തട്ടിപ്പാണ്, ഇവരുടെ ശത്രുത എന്നുള്ളത് വ്യാജമാണ്, ഇവരുടെ സൗഹൃദം എന്നുള്ളത് അനാദിയാണ്. ഇവർ നാണയത്തിന്റെ ഒരു വശങ്ങളാണ്. ഇവർ വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഇവരുടെ സൗഹൃദം കർട്ടന് പിന്നിലാണെങ്കിൽ മറ്റിടങ്ങളിലെ ഇവർ പരസ്യമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. एनडीए सुहृदुक्कडे लेफ्ट और कांग्रेस दोनों वोट बैंक के लिए कट्टरपंथी लोगों को राजनीति में आगे बढ़ाते हैं. मुनंबम जैसी घटनाएं केरलम में आम होती जा रही है. वहां सैकड़ों ईसाई और हिंदू परिवारों को डराया गया, लेकिन केरलम सरकार पीड़ितों को सहायता देने की जगह कट्टरपंथी ताकतों के साथ खड़ी नजर आती है. ये खतरनाक ट्रेंड है. वोट बैंक के लिए केरलम और देश की सुरक्षा से खिलवाड़. केरलम के देशभक्त लोग इसे कभी भी कामयाब नहीं होने देंगे. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ രണ്ട് മുന്നണികളും വിഘടനവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, മുനമ്പം പോലെയുള്ള സംഭവങ്ങൾ ഇന്നിവിടെ സാധാരണമാവുകയാണ്. മുനമ്പത്ത് നിരവധി ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങൾ ഈ വിഘടനവാദികളുടെ പ്രവൃത്തി മൂലം വളരെ ഭീതിയിലായിരുന്നു. എന്നാൽ ഇരകൾക്ക് സഹായം നൽകേണ്ട സർക്കാർ വിഘടനവാദികൾക്കൊപ്പം ചേരുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ഇത് അപകടകരമായ പ്രവണതയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനു വേണ്ടി ഇവർ കേരളത്തിന്റെ സുരക്ഷയെ അപകടത്തിലാക്കുകയാണ്. ദേശഭക്തരായ മലയാളികൾ, കേരളത്തിലെ ജനങ്ങൾ ഇത് അനുവദിക്കില്ല. अंडे सुहृदुक्कडे लेफ्ट और कांग्रेस का भ्रष्टाचार हो या उनका तुष्टीकरण, इसका सीधा हमला केरलम की संस्कृति और आस्था पर हो रहा है. पहले इन लोगों ने सबरीमला तीर्थ को बदनाम करने के लिए कैसे कैसे षड्यंत्र रचे थे, और अब सबरीमला इनकी लूट और चोरी के निशाने पर भी आ गया है. പ്രിയപ്പെട്ടവരെ, ഇടത് വലതു മുന്നണികൾ അഴിമതിയായാലും പ്രീണനമായാലും അതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവും വിശ്വാസവുമാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇവർ നേരത്തെ ഇവരുടെ ശ്രദ്ധ ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്താനായിരുന്നു. ശബരിമലയുടെ പവിത്രതയെ കളങ്കപ്പെടുത്താനുള്ള കുതന്ത്രങ്ങളാണ് ഇവർ ആവിഷ്കരിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അവരുടെ ശ്രദ്ധ ശബരിമലയെ കൊള്ളയടിക്കുന്നതിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. एनडीए सुहृदुक्कडे सबरीमला उसमें हुए इस पाप का एक पैटर्न है. ये चोरी एलडीएफ की सरकार में हुई और इसमें चोरी करने वालों के तार कांग्रेस के शीर्ष नेताओं से जुड़े पाए गए. लेफ्ट वाले तो हमेशा से हिंदू आस्था पर हमले के लिए जाने जाते हैं. इसलिए एलडीएफ सरकार मामले की जांच सीबीआई को नहीं सौंप रही है. और जो कांग्रेस हमेशा मंदिर से जुड़े विषयों को अछूत मानती थी, वो आज हिंदुओं की हितैषी बनने का नाटक कर रही है, दिखावा कर रही है, लोगों को गुमकार रही है. मैं साफ साफ कहना चाहता हूं, एनडीए सरकार बनने के बाद एलडीएफ, यूडीएफ को उनके अपराध की सजा मिलकर रहेगी. और जो लूटा है वो लौटाना पड़ेगा. स्वामी अयप्पा और उनके भक्तों के आक्रोश के आगे ये लोग बच नहीं पाएंगे. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങൾക്ക് ഒരു പ്രത്യേക പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ കൊള്ള സംഭവിച്ചിരിക്കുന്നത് ഇടത് സർക്കാരിന്റെ കാലത്താണ് എങ്കിലും ആ കൊള്ള നടത്തിയ ആൾക്കാരുടെ ചരട്
കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളുടെ അടുത്തേക്കാണ് നീളുന്നത്. ഹിന്ദു വിശ്വാസങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് എന്നും ഇടതുപക്ഷക്കാർ. അതുകൊണ്ടാണ് അവർ ശബരിമലയിലെ കേസ്, സ്വർണ്ണക്കൊള്ള കേസ് CBIക്ക് കൈമാറാത്തത്. നേരെ മറിച്ച് കോൺഗ്രസ് ആകട്ടെ എന്നും ക്ഷേത്ര സംബന്ധമായ വിഷയങ്ങളെ തൊട്ടുകൂടാത്തതായിട്ടാണ് അവർ കണക്കാക്കുന്നത്. എന്നാൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാകട്ടെ അവർ ഹിന്ദുക്കളുടെ അഭ്യുദയകാംക്ഷികളായി നടിച്ച് ഇന്ന് നാടകം കളിക്കുകയാണ്. ഞാൻ പറയുന്നു, NDA സർക്കാർ വന്നാൽ ഈ രണ്ട് കൂട്ടർക്കും ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന കാര്യം ഞാൻ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വാമി അയ്യപ്പന്റെയും ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെയും കോപത്തിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാൻ ആവില്ല. ये कांग्रेस वाले, ये UDF वाले, वो LDF वाले, हर चीज में झूठ बोलना ये जैसे उनका स्वभाव बन गया है। देश को गुमराह करना ये उनका स्वभाव बन गया है। जब CAA लाए तो देश को इतना झूठ बोला, आज CAA लागू हुआ, देश को कोई नुकसान नहीं हुआ है। झूठ बोलने में माहिर है। केरलम फाइल्स आई फिल्म तो भी बोलने लगे सब झूठ है। कश्मीर फाइल आई तो बोलने लगे सब झूठ है। धुरंधर फिल्म आई तो बोलने लगे झूठ है। कुछ भी करो बता देना, झूठ फैला देना। इन दिनों FCRA को लेकर के भी ऐसा ही झूठ फैलाया जा रहा है। UCC के लिए ऐसा ही झूठ फैलाया जा रहा है। गोवा में UCC है, वह दशकों से है, लेकिन झूठ फैलाना, FCRA के लिए झूठ फैलाना, CAA के लिए झूठ फैलाना, धुरंधर जैसी फिल्म के लिए झूठ फैलाना, केरलम फिल्म के लिए झूठ फैलाना, कश्मीर फाइल फिल्म के लिए झूठ फैलाना, ये झूठ फैलाने का कारोबार लेके बैठे हुए हैं। പ്രിയപ്പെട്ടവരെ, കോൺഗ്രസ് ആകട്ടെ, UDF ആകട്ടെ, LDF ആകട്ടെ, ഇടതുപക്ഷമാകട്ടെ, എല്ലാവരും കള്ളം പറയുന്നത് അവരുടെ സ്വഭാവമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ദേശത്തെ അപമാനിക്കുക എന്നുള്ളത് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അവർ രാജ്യം മുഴുവൻ കള്ളപ്രചരണങ്ങൾ നടത്തി. ആരുടെയൊക്കെ പൗരത്വമില്ലാതെയായി പോകുന്നു എന്ന തരത്തിൽ. എന്നാൽ ആർക്കും ഒരു കുഴപ്പവും ഉണ്ടായില്ല എന്ന് നമ്മൾ കണ്ടു. കാശ്മീർ ഫയൽ സിനിമ വന്നപ്പോൾ അവർ പറഞ്ഞു ഇത് കള്ളത്തരമാണ്. കേരള സ്റ്റോറി വന്നപ്പോൾ അതിനെതിരെ വ്യാജ പ്രചരണം നടത്തി. ഇപ്പോൾ ദുരന്തർ സിനിമ വന്നപ്പോൾ അതിനെതിരെയും അവർ കള്ളപ്രചരണം നടത്തുകയാണ്. എന്തു ചെയ്താലും അവർ കള്ളത്തരം പ്രചരിപ്പിക്കുകയാണ്. ഏറ്റവും അവസാനം അവരിപ്പോൾ FCRA നിയമത്തിനെതിരെയും കള്ളം പറയുകയാണ്. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരുന്നതിനെതിരെ കള്ളം പറയുന്നു. എല്ലാ കാര്യത്തിനും അവർ കള്ളം പറയുന്നത് കൊട്ടേഷൻ എടുത്തവരായി മാറിയിരിക്കുകയാണ്. अंडे सौदगड़े केरलम की आस्था, संस्कृति, इसकी रक्षा हो, केरलम विकास की नई ऊंचाइयों को छुए, ये हम सभी का संकल्प है। आज भाजपा NDA उम्मीदवार को वोट देकर विकसित केरलम की यात्रा शुरू करिए। मैं आपको निमंत्रण देता हूं, आप आइए। ये मेरी जिम्मेवारी है, ये मेरी गारंटी है। 50 साल में केरलों का विकास नहीं हुआ, हम 5 साल में करके देंगे। പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ സംസ്കാരവും വിശ്വാസവും രക്ഷിക്കാൻ കേരളം വികസനത്തിന്റെ പുതിയ ചക്രവാളത്തിലെത്തുക, ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ്, ഇത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അതിനായി നിങ്ങൾ എല്ലാവരും BJP NDA സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. കഴിഞ്ഞ 50 വർഷമായി കേരളത്തിൽ നടക്കാത്ത വികസനം ഞങ്ങളെ ഭരണമേൽപ്പിച്ചാൽ 5 വർഷം കൊണ്ട് നടത്തി കാണിക്കും. ഇത് ഞങ്ങളുടെ ഉറപ്പാണ്, മോദിയുടെ ഗ്യാരണ്ടിയാണ്. NDA सौदगड़े, कल ईस्टर है। मैं ईस्टर की आपको शुभकामनाएं देता हूं। कुछ ही सप्ताह में सभी मलयाली साथी विशु भी मनाएंगे। मैं विशु की भी अग्रिम शुभकामनाएं देता हूं।
പ്രിയപ്പെട്ടവരെ, നാളെ ഈസ്റ്റർ ആണ്. ഈ കേരളത്തിൽ ഈ ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾ, ആഴ്ചകൾ ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ വിഷു ആഘോഷിക്കുകയാണ്. എല്ലാ മലയാളികൾക്കും ഞാൻ വിഷു ആശംസകളും നേരുന്നു. मैं सबसे पहले तो आप सबकी माफी मांगना चाहता हूं, क्योंकि मैं मलयाली ये आपकी बहुत सुंदर भाषा वो मैं बोल नहीं पाता हूं, मुझे हिंदी में बोलना पड़ा। लेकिन इसके बावजूद भी एक भी व्यक्ति यहां से हटा नहीं। मैं जानता हूं यहां गांव के लोग आए हैं, हो सकता है मेरी भाषा नहीं समझ पाते, लेकिन ये आपके प्यार की ताकत है, ये आपके आशीर्वाद है कि एक भी व्यक्ति हिल नहीं रहा है, हट नहीं रहा है। मेरा ये बहुत बड़ा सौभाग्य है। मैं आपका ये कर्ज, मैं ये आपका प्यार कभी भूलूंगा नहीं। ये मेरे पर आपका कर्ज है और मैं केरलम के विकास को प्राथमिकता देकर के 1.25 गुना विकास करके इस कर्ज को चुकाऊंगा, ये मैं आज वादा करता हूं। പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കേണ്ടതായിരുന്നു. കാരണം എനിക്ക് മലയാളത്തിൽ ഇത്രയും മനോഹരമായ ഒരു ഭാഷയിൽ സംസാരിക്കാൻ സാധിക്കാത്തതിൽ. ഞാൻ ഹിന്ദിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങളിൽ ഒരാൾ പോലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തയ്യാറായിട്ടില്ല. വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷെ അവരാരും തന്നെ ഇവിടെ നിന്നും എഴുന്നേറ്റ് പോയിട്ടില്ല. ഇത് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങൾ എനിക്ക് നൽകുന്ന ആശീർവാദമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ സൗഭാഗ്യമാണ് നിങ്ങളുടെ സ്നേഹം എന്നുള്ളത്. ഞാനത് ഒരിക്കലും മറക്കില്ല. ഈ കേരളത്തിന്റെ വികസനം എന്നുള്ളത്, നിങ്ങളുടെയൊക്കെ ഉന്നമനം എന്നുള്ളത് ഞാൻ എന്റെ പ്രാഥമിക കർത്തവ്യമായി ഏറ്റെടുത്ത് 100 മടങ്ങായി ഈ വികസന പ്രവർത്തനം ഞാൻ നിങ്ങൾക്ക് തിരികെ നൽകും. मैं आप सबका बहुत बहुत धन्यवाद करता हूं। मेरे साथ बोलिए, दोनों हाथ ऊपर करके बोलिए, भारत माता की, भारत माता की, भारत माता की, भारत माता की, वंदे 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 वंदे